ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ CBI അന്വേഷണമില്ല. പിതാവ് മോഹൻദാസ് നൽകിയ ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളി. പ്രതി സന്ദീപിന്റെ ജാമ്യ ഹർജിയും തള്ളി. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീകാന്ത്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഡോക്ടർ വന്ദനാദാസിന്റെ പിതാവ് നൽകിയ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ സിംഗിൾ ബെഞ്ചാണ് ഈ ഹർജി തള്ളുകയുണ്ടായത്. നിലവിൽ CBI അന്വേഷണം വേണം എന്ന ആവശ്യത്തിൽ ഇടപെടാൻ മതിയായ കാരണങ്ങളില്ല എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. പോലീസ് ഈ വിഷയത്തിൽ നടത്തിയത് കാര്യക്ഷമമായ അന്വേഷണമാണ് എന്ന വിലയിരുത്തൽ കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. ആവശ്യമായ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടെന്നും സാക്ഷിമൊഴികൾ കൈവശമുണ്ട് എന്നുള്ള കാര്യവും പോലീസ് കോടതിയെ അറിയിച്ചിരുന്നു. മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം വളരെ വേഗം സമർപ്പിക്കാൻ സാധിച്ചു എന്ന വാദവും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തു. ഇതിൽ ഏതെങ്കിലും തരത്തിൽ പോലീസിനെ കുറ്റക്കാരായി ചിത്രീകരിക്കുന്ന കടുത്ത നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ലെന്നും നേരെ മറിച്ച് പോലീസ് ഈ സംഭവം നടക്കുമ്പോൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നുള്ള ആക്ഷേപം മാത്രമാണ് ഉള്ളതെന്നും കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് ഡോക്ടർ വന്ദനാദാസിന്റെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ സന്ദീപ് എന്ന പ്രതിയുടെ കുത്തേറ്റ് കൊല്ലപ്പെട്ട ഡോക്ടർ വന്ദനാദാസിന്റെ അച്ഛൻ മോഹൻദാസ് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളുകയുണ്ടായത്. എന്തായാലും ഈ കേസിൽ വന്ദനാദാസിന്റെ കുടുംബം സമർപ്പിച്ച ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളുകയുണ്ടായി. ഒപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ പ്രതി കൂടിയായ സന്ദീപിന്റെ ജാമ്യാപേക്ഷ കൂടി കോടതിയുടെ പരിഗണനയിൽ വന്നിരുന്നു. ഈ ജാമ്യാപേക്ഷയും കോടതി തള്ളുകയും ചെയ്തിട്ടുണ്ട്. കോടതിയുടെ നിരീക്ഷണം ഈ ഏതെങ്കിലും തരത്തിൽ അപൂർവമായ അല്ലെങ്കിൽ ഇടപെടേണ്ട കേസുകൾ, അത്തരമൊരു സാഹചര്യം ഈ കേസിനില്ല എന്നുള്ളതാണ് കോടതി ഇന്ന് വിലയിരുത്തുകയുണ്ടായത്. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണത്തിൽ വന്ന വീഴ്ച, ഏതെങ്കിലും തരത്തിലുള്ള പോലീസ് അട്രോസിറ്റി, ഈ പോലീസ് എൻകൗണ്ടറുകൾ, അത്തരത്തിൽ പറയുന്ന യാതൊരു കാര്യങ്ങളും ഈ സംഭവത്തിൽ ഇല്ല എന്നും പോലീസിന്റെ കവേർഡ്ലി ആക്ട് അത് മാത്രമാണ് ആരോപണ വിധേയം എന്നും കോടതി ഇന്ന് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഈ പശ്ചാത്തലത്തിലാണ് കോടതി ഈ ഹർജി തള്ളുകയുണ്ടായത്. തൽക്കാലം ഇടപെടേണ്ട സാഹചര്യമില്ല എന്ന് കോടതി വിലയിരുത്തുന്നു. ശ്രീകാന്ത്, എന്തായിരുന്നു വന്ദനയുടെ പിതാവിന്റെ ആവശ്യം? എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇപ്പോഴത്തെ അന്വേഷണത്തിൽ ആ കുടുംബത്തിന് വിശ്വാസമില്ല എന്നവർ കോടതിയെ ബോധിപ്പിക്കാൻ ശ്രമിച്ചത്? പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമല്ല എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. കാരണം ഈ വന്ദനയ്ക്ക് കുത്തേൽക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഓടി രക്ഷപ്പെട്ടതിനെ കുറിച്ചായിരുന്നു ആ കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ആക്ഷേപം. ആ വിഷയത്തിലേക്ക് അന്വേഷണം പോയിട്ടില്ല എന്നും ആ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും കേരള പോലീസ് അന്വേഷിച്ചാൽ തങ്ങൾക്ക് നീതി കിട്ടില്ല എന്നുമാണ് വന്ദനയുടെ അച്ഛൻ മോഹൻദാസ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. അതിനാൽ ഒരു സ്വതന്ത്ര ഏജൻസിയുടെ അന്വേഷണം വേണം, അതിന് CBI തന്നെ വരണം. ഇതായിരുന്നു വന്ദനയുടെ അച്ഛൻ മോഹൻദാസിന്റെ ആവശ്യം. പക്ഷേ അത് കോടതിയിൽ സ്ഥാപിച്ചെടുക്കുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചില്ല. ആ ആവശ്യം കോടതി തള്ളിയിരിക്കുന്നു. സിംഗിൾ ബെഞ്ചാണ് തള്ളിയത്. സർക്കാർ ഇതിനോടകം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട തെളിവ് ശേഖരണം, സാക്ഷിമൊഴി ശേഖരണം, കുറ്റപത്രം സമർപ്പിക്കൽ എല്ലാം തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞുവെന്നും ഈ പശ്ചാത്തലത്തിൽ ഇനിയൊരു CBI അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്ന സർക്കാരിന്റെ വാദത്തിൽ കോടതി ഒപ്പം ചേരുകയാണ് ഉണ്ടായത്. സർക്കാർ ആദ്യഘട്ടം മുതൽ തന്നെ ഇത് CBIക്ക് കൈമാറുന്നതിനെ എതിർത്തു പോന്നിരുന്നു. അവർ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം, ഇതിനോടകം തന്നെ പോലീസ് ഇതിൽ കാര്യക്ഷമമായ അന്വേഷണം നടത്തി എന്നുള്ളതും കുറ്റപത്രം സമർപ്പിച്ചു എന്നുള്ളതുമാണ്. CBI ഇടപെടേണ്ട യാതൊരു ആവശ്യവും ഈ കേസിലില്ല എന്നുള്ളതായിരുന്നു അവരുടെ വാദം. അത് കോടതി മുഖവിലക്കെടുത്തിരിക്കുന്നു. തൽക്കാലം ഇടപെടാൻ തയ്യാറല്ല എന്നറിയിച്ചിരിക്കുന്നു. സിംഗിൾ ബെഞ്ച് ഈ CBI അന്വേഷണ ആവശ്യം തള്ളിയിരിക്കുന്നു. പ്രതി സന്ദീപിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയും ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് തള്ളി. ശ്രീകാന്ത്, ഇതിൽ സ്വാഭാവികമായും പോലീസിന്റെ ഭാഗത്തെ വീഴ്ചകൾ ഒരുപാട് വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തിയതാണ്. സർക്കാർ ഒരു നിയമനിർമ്മാണത്തിലേക്ക് കടന്നതായിരുന്നു. ആ ഘട്ടത്തിൽ അധിക സുരക്ഷ എന്ന് പറയുന്ന ആലോചനയിലേക്ക് ആ നിയമനിർമ്മാണത്തിലൊക്കെ കടന്നത് ഒരർത്ഥത്തിൽ പോലീസിന്റെ ഭാഗത്തെ വീഴ്ച സമ്മതിക്കുന്ന രൂപത്തിലുള്ളതുമായിരുന്നു. എന്നിട്ടും ഈ കാര്യത്തിൽ ഒരു അപാകതയും ഇല്ല എന്ന ബോധ്യത്തിലേക്ക് കോടതി എത്തിയത് എങ്ങനെയാണ്? ഈ അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പാളിച്ച കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണം. കാരണം കോടതി അത് എണ്ണമിട്ട് പറയുന്നുണ്ട്. എത്രയധികം തെളിവുകൾ ശേഖരിച്ചു, എത്രയധികം സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തി എന്നതടക്കം. കുറ്റപത്രം സമർപ്പിച്ച കാലാവധി പോലും വളരെ വേഗത്തിലായിരുന്നു. പ്രതിയെ സ്പോട്ടിൽ തന്നെ, ആ സമയത്ത് തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ പോലീസിന്റെ അന്വേഷണ ഭാഗം അത് ക്ലിയർ ആയിരുന്നു എന്നുള്ളതാണ് കോടതിയുടെ ഒരു നിരീക്ഷണം. നേരെ മറിച്ച് പോലീസിന്റെ കവേർഡ്ലി ആക്ട് എന്ന് തന്നെയാണ് കോടതി ഉപയോഗിച്ച വേർഡ്.
ആ കവേർഡ്ലി ആക്ട് മാത്രമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് എന്ന് കോടതി ഇന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതിനൊരു CBI അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്ന വിലയിരുത്തലിലേക്ക് ആ കാര്യം അന്വേഷിക്കുന്നതിന് പോലീസ് ഈ പെൺകുട്ടിക്ക് വന്ദനാദാസിനെ കുത്തേൽക്കുമ്പോൾ ഓടി രക്ഷപ്പെട്ട സംഭവത്തെക്കുറിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ ഓടി രക്ഷപ്പെട്ട സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തൽക്കാലം CBI പോലൊരു പ്രീമിയർ ഏജൻസിയുടെ അന്വേഷണം ആവശ്യമില്ല എന്ന വിലയിരുത്തലിലേക്ക് കോടതി എത്തുകയാണ് ഉണ്ടായത്. നേരെ മറിച്ച് അന്വേഷണത്തിലോ അല്ലെങ്കിൽ അന്വേഷണ വഴിയിലോ ഏതെങ്കിലും തരത്തിലുള്ള പാളിച്ച ഉണ്ടായെങ്കിൽ തെളിവ് ശേഖരണത്തിൽ, സാക്ഷിമൊഴി രേഖപ്പെടുത്തുന്നതിൽ, പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിൽ, കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ ഇതിലേതിലെങ്കിലുമൊക്കെ വീഴ്ച വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ CBI അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോയേനെ. ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു വീഴ്ച അന്വേഷണത്തിൽ കാണാൻ സാധിക്കുന്നില്ല എന്നാണ് കോടതി വിലയിരുത്തിയത്. നേരെ മറിച്ച് ഈ കവേർഡ്ലി ആക്ടിന്റെ പേരിൽ കേരള പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി കവേർഡ്ലി ആക്ടിന്റെ പേരിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു CBI അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ കോടതിയും താല്പര്യപ്പെടുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. കാരണം അത്രയധികം ഈ പ്രധാനപ്പെട്ട അപൂർവമായ കേസുകൾ, അത്രയധികം CBI ഇടപെടേണ്ട കേസ്, അങ്ങനെ ഒരു മെറിറ്റ് ഇതിനില്ല എന്നാണ് കോടതി ഇന്ന് വിലയിരുത്തുകയുണ്ടായത്. ശ്രീകാന്ത്, അങ്ങനെയെങ്കിൽ ഇനിയിപ്പോൾ തുടർ നടപടികളിലേക്ക് വന്ദനാദാസിന്റെ കുടുംബം കടക്കാനുള്ള സാധ്യതയാണോ കാണുന്നത്? സ്വാഭാവികമായും ആവശ്യമെങ്കിൽ ആ കുടുംബത്തിന് അപ്പീൽ പോകാനുള്ള എല്ലാ അവസരങ്ങളും തുറന്നു തന്നെ കിടപ്പുണ്ട്. അത് അവർ ഉപയോഗപ്പെടുത്തുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഇനി അതിൻ്റെ ഓർഡർ, അതിൻ്റെ പകർപ്പ് പുറത്തു വരാനുണ്ട്. അതിലെന്താണ് കോടതിയുടെ കൃത്യമായ നിരീക്ഷണങ്ങൾ എന്ന് വായിച്ചു ബോധ്യപ്പെടേണ്ടതുണ്ട്. നിലവിലിപ്പോൾ കോടതി ഈ തുറന്ന കോടതിയിൽ കോടതി അത് വാക്കാൽ പറഞ്ഞ ഉത്തരവാണ് ഇത്. ഇനി അത് ഓർഡറായി പുറത്തു വരേണ്ടതുണ്ട്. അതിൽ കൂടുതൽ വിശദമായി ഈ കേസ് എന്തുകൊണ്ട് തള്ളി, ഈ ആവശ്യം എന്തുകൊണ്ട് തള്ളി എന്നുള്ള കാര്യം കൃത്യമായി തന്നെ പറയും. അത് പഠിച്ച ശേഷമായിരിക്കും അവരുടെ അഭിഭാഷകൻ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. സ്വാഭാവികമായും അവർക്ക് അപ്പീൽ പോകുന്നതിനുള്ള എല്ലാ അവസരവും തുറന്നു തന്നെ കിടപ്പുണ്ട്. ശ്രീകാന്ത്, ഈ പോലീസിനെ സംരക്ഷിക്കുന്ന രൂപത്തിലൊരു അന്വേഷണം പോലീസ് നടത്തുന്നു. അങ്ങനെ കോടതിക്ക് ബോധ്യപ്പെടാതിരുന്നത് എന്തുകൊണ്ടാണ്? നിലവിലെ അന്വേഷണത്തിൽ അപാകതയില്ല, പക്ഷേ ഒരു ജീവനാണ് പൊലിഞ്ഞത്. അതിലേക്ക് പോയ സാഹചര്യത്തിൽ കുറ്റകരമായ അനാസ്ഥ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായി. എന്നാൽ അതിൻ്റെ ഗൗരവം ആ രൂപത്തിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണോ പോലീസ് നൽകിയിട്ടുണ്ടാവുക? അല്ല എന്ന വിമർശനമാണ് ഉയർന്നത്. അതുകൊണ്ടാണല്ലോ ഈ CBI അന്വേഷണമൊക്കെ ആ കുടുംബം ആവശ്യപ്പെടുന്നത്. ആ ഒരു മാനുഷിക തലം കോടതി പരിഗണിക്കാഞ്ഞത് എന്തുകൊണ്ട്? ഈ CBI അന്വേഷണത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമ്പോൾ കോടതി പരിഗണിക്കുന്നത് പ്രധാനമായും ഈ അന്വേഷണം, നിലവിൽ നടക്കുന്ന അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പാളിച്ചകളുണ്ടോ, പോലീസിന്റെ ഭാഗത്തുനിന്നും വീഴ്ചകളുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥർ ആ പെൺകുട്ടിയെ അവിടെ തനിച്ചാക്കി ഓടി രക്ഷപ്പെട്ടത് അതൊരു കവേർഡ്ലി ആക്ട് എന്ന രീതിയിലാണ് കോടതിയും വിശേഷിപ്പിക്കുകയുണ്ടായത്. അതൊരു CBI അന്വേഷണത്തിലേക്ക് കൊണ്ടുപോകാനും മാത്രം മെറിറ്റ് അതിന് ഇല്ലായിരുന്നു എന്നൊരു പക്ഷേ കോടതി വിലയിരുത്തിയിട്ടുണ്ടാകാം. ഒപ്പം സർക്കാർ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അതിൽ പറഞ്ഞത് ഈ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായി എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അവർക്കെതിരെ ഡിപ്പാർട്ട്മെന്റ് തല നടപടിയെടുത്തിട്ടുണ്ട്, അവർക്കെതിരെ അത്തരത്തിൽ അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് സർക്കാർ കൂടി അറിയിക്കുകയും ചെയ്തു. ഒരു വിട്ടുവീഴ്ചയും പോലീസിന്റെ ഭാഗത്തുനിന്നും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യവും സർക്കാർ അറിയിക്കുകയും ചെയ്തു. ഇതും കോടതി ഒരുപക്ഷെ സ്വാധീനിച്ചിട്ടുണ്ടാകണം. അതിനപ്പുറത്തേക്ക് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഏതെങ്കിലും തരത്തിലൊരു ഗൂഢാലോചനയുടെയോ ഒരു ഇന്റന്റ്, ഒരു മുൻകൂർ ധാരണയുടെയോ യാതൊരു തരത്തിലുള്ള കാര്യവും ഉണ്ടായിരുന്നില്ല എന്നുകൂടി കോടതി ഒരുപക്ഷെ വിലയിരുത്തിയിട്ടുണ്ടാകണം. അതിന്റെ അടിസ്ഥാനത്തിലാകാം ഈ CBI അന്വേഷണം കോടതി തള്ളിയത്. ഇനി ആ ഉത്തരവിറങ്ങുമ്പോൾ കൂടുതൽ വ്യക്തത കൈവരും. എന്തടിസ്ഥാനത്തിലാണ് കോടതി ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ കവേർഡ്ലി ആക്ട് എന്ന് പറയുമ്പോഴും ആ വിഷയത്തെ, ആ ഓടി രക്ഷപ്പെട്ട വിഷയത്തെ CBI അന്വേഷണത്തിന് തക്ക കാര്യമായി കാണാഞ്ഞത് എന്തുകൊണ്ട് എന്ന് ഈ ഉത്തരവ് വായിക്കുമ്പോൾ ഒരു പക്ഷേ മനസ്സിലാകും. സ്വാഭാവികമായും കോടതി അതൊരു CBI അന്വേഷണത്തിന് വിടേണ്ട കാര്യമായി കോടതിക്ക് തോന്നിയില്ല. അതിനാൽ ആ ആവശ്യം നിരസിച്ചു. ശരി, ഇപ്പോൾ വന്ദനാദാസിന്റെ സുഹൃത്ത് ഡോക്ടർ നദിയ എസ് ജലീൽ ടെലിഫോൺ ലൈനിലുണ്ട്. ഡോക്ടർ നദിയ എസ് ജലീൽ, ഈ കോടതിയുടെ ഉത്തരവ് അറിഞ്ഞു കാണുമല്ലോ, എന്താണ് ഒരു പ്രതികരണം? പ്രതികരണം എന്ന് വെച്ചാൽ ഈ സമയം ഒരു അച്ഛന്റെ ആവശ്യമായിരുന്നു തള്ളിപ്പോയത്. കാരണം ഈ സമയത്ത് അവിടെ പോലീസും ഒരു പ്രതി തന്നെയാണ്. ആ സമയം അവിടുന്ന് ഓടിപ്പോയി അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്നൊക്കെ നയിച്ച പോലീസിന്റെ അടുത്ത് അവരുടെ നമുക്ക് പ്രതീക്ഷ അല്ലെങ്കിൽ നീതി ലഭിക്കുന്നില്ല എന്നൊരു ഉറപ്പുള്ളത് കൊണ്ട് അച്ഛൻ പോലും CBIയോട് അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷെ ഈ ഒരു കാര്യം പോയതോടുകൂടി നീതി നമുക്ക് ആദ്യം തന്നെ കിട്ടിയിട്ടില്ല. രണ്ടാമത്തെ തവണ വീണ്ടും നീതി നിഷേധിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ്. പോലീസ് തന്നെയാണ് പ്രതി എന്ന ബോധ്യം തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്? തീർച്ചയായിട്ടും പോലീസ് തന്നെയാണ് പ്രതി. കാരണം അന്നത്തെ ആ ഒരു ഇൻസിഡന്റ് നടക്കപ്പെടേണ്ട ഒരു ഇൻസിഡന്റ് അല്ല.
ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് ലീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അന്ന് മുതൽ നമ്മൾ എല്ലാവരും പറയുന്നത് സിസ്റ്റം ഫെയിലിയർ എന്ന വാക്ക് തന്നെയാണ്. അത് ഇപ്പോഴും ഊന്നി തന്നെ നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് അവിടെ ആ ഒരു സിസ്റ്റത്തിനോട് വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടു. ആ കുട്ടിയുടെ അച്ഛനും അത് തന്നെ ആവശ്യപ്പെടുന്നത്. അത് കണ്ടുകൊണ്ടിരുന്നതും അല്ലെങ്കിൽ ആ ഒരു ഇതിനോട് ഒരു ജനത എന്ന രീതിയിൽ നമുക്ക് എത്രത്തോളം ഒരു ശതമാനമെങ്കിലും നീതി കിട്ടണം, അല്ലെങ്കിൽ 1% നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇനി അത് CBI അന്വേഷിച്ച് അതിനകത്ത് കറക്റ്റ് ഒരു കാര്യം കണ്ടെത്തുന്ന, അല്ലാണ്ട് വീണ്ടും അത് പോലീസിന്റെ കയ്യിൽ പോവുകയാണെങ്കിൽ വീണ്ടും അന്നത്തെ പോലെ വീണ്ടും ഒരു മിസ്റ്റേക്ക് ആവർത്തിക്കപ്പെടും. ഡോക്ടർ നദിയ, ഇപ്പോൾ ഇതിനകത്ത് ഈ വീഴ്ച പറ്റിയിട്ടുണ്ട് പോലീസുകാർക്ക്, പക്ഷെ അത് എത്ര ബോധപൂർവമായ വീഴ്ചയായിരുന്നു. ഒരാളെ കൊലപ്പെടുത്തും എന്ന് പോലും ബോധ്യപ്പെട്ടിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നൊക്കെ നമുക്ക് ആരോപിക്കാൻ കഴിയുമോ? അങ്ങനത്തെ ഒരു ബോധ്യം കോടതിക്കുമില്ല എന്ന് മാത്രവുമല്ല, സർക്കാർ പറയുന്നത് ഇവർക്കെതിരെ വകുപ്പ് തല നടപടി എടുക്കുക തന്നെ ചെയ്യുന്നുണ്ട് എന്നാണ്. ഓക്കെ, അല്ല അത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അന്ന് എന്താ പറഞ്ഞത്, പോലീസിനെ കുറ്റപ്പെടുത്തിയത് അവർ തന്നെയാ. ജസ്റ്റിസ് പോലും കുറ്റപ്പെടുത്തി. ആ ഒരു സമയത്ത് ഒരു കോമൺ പീപ്പിൾ, ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയ്ക്ക് നമുക്കൊരു പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റുന്ന അവരോടാ. ആ അന്നത്തെ ഒരു ഇൻസിഡന്റിൽ അവര് ബോധപൂർവം തന്നെ കതവ് അടയ്ക്കുകയും അവരെന്നാ മേ ബി ആ കതവ് അടയ്ക്കാതെ അവരത് ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ പോലും സന്ദീപ് മേ ബി ഓടിപ്പോയേനെ. പക്ഷെ അതുപോലും ചെയ്യാതെ അവിടെ നോക്കി നിന്നു. കൂടെ നിന്നൊരു ഹൗസ് സർജൻ വേണ്ടി വന്നു ആ ആളെ അടിച്ചിടാൻ പോലും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ ഫസ്റ്റ് പ്രതിയായിട്ട് കാണുന്നത് അഫ്കോഴ്സ് പോലീസിനെ തന്നെയാണ്. അപ്പൊ വീണ്ടും അവരുടെ കയ്യിൽ തന്നെ കൊടുക്കുവാണെങ്കിൽ അവരത് അവർക്കൊരു ക്ലീൻ ചിറ്റ് എഴുതുന്ന രീതിയിൽ തന്നെ കൊണ്ടുവരത്തുള്ളൂ. ഒരു സസ്പെൻഷൻ പോലും കൊടുത്തിട്ടില്ല. ഈവൻ അതുപോലും നമ്മൾ ഒരു ഗവൺമെന്റ് അടുത്ത് നമ്മൾ കൊണ്ടുവന്ന് പറയേണ്ട ആവശ്യമാണോ? അത് ശരിക്കും ഒരു ജുഡീഷ്യറി അല്ലെങ്കിൽ ഒരു നല്ലൊരു ഗവൺമെന്റൽ ബോഡി ഉള്ളപ്പോൾ അതുപോലും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഇനി ആ ഒരു കേസിൽ അതിനപ്പുറം എന്ത് നല്ലൊരു വാല്യൂ നമ്മൾ പ്രതീക്ഷിക്കണ്ടേ? ഇപ്പോൾ ഈ നിയമ പോരാട്ടത്തിൽ നിങ്ങളൊക്കെ വന്ദനാദാസിന്റെ കുടുംബത്തിനൊപ്പം ഉണ്ടോ? അങ്ങനെയെങ്കിൽ തുടർന്ന് അപ്പീലിലേക്ക് പോവുക, അത്തരം സാധ്യതകൾ തേടണം എന്ന അഭിപ്രായമുണ്ടോ ഡോക്ടർ നദിയയ്ക്ക്? തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും ആ കുട്ടിയുടെ അച്ഛനോടൊപ്പം തന്നെയാണ്. കാരണം വീഴ്ച എന്നും അല്ലെങ്കിൽ നഷ്ടം എന്നും അവർക്ക് തന്നെയാണ്. നമ്മുടെ സിസ്റ്റം എന്നും ഒരു എക്സാമ്പിൾ ഉണ്ടാകുമ്പോൾ മാത്രം കുറച്ച് ആളുകളെ ഹൈലൈറ്റ് ചെയ്യും. അന്ന് വന്നൊരു ദുഃഖപ്രകടനം നടത്തും, അന്ന് മുഖ്യമന്ത്രി ഒന്ന് കരയും, അല്ലെങ്കിൽ അന്ന് കരഞ്ഞതുപോലെ ശ്രീമതി വീണ ജോർജ് ഒന്ന് വീട്ടിൽ പോയി സന്ദർശിക്കും. നമുക്കതല്ല വേണ്ടുന്നത്. ഇനിയൊരു എക്സാമ്പിൾ ഉണ്ടാകുമ്പോൾ ഇതൊരു ഫ്ലാഷ് ന്യൂസ് ആവരുത്. അതിൽ നമുക്ക് വിശ്വാസമുള്ള ഒരു ജുഡീഷ്യറി അല്ലെങ്കിൽ ഒരു സിസ്റ്റം വേണം. ഇനിയും സിസ്റ്റം ഫെയിലിയറിനെയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറിന്റെ ജീവനോ പോട്ടെ, ആരുടെയായാലും ഒരു ജീവൻ വെച്ച് ബലി കൽപ്പിച്ച് വീണ്ടും വീണ്ടും ഒരു ഹെഡ്ലൈൻ അല്ലെങ്കിൽ ഒരു ഫ്ലാഷ് ന്യൂസ് ആക്കി 1 വീക്ക് റൺ ചെയ്യിപ്പിക്കാൻ താല്പര്യമില്ല. അപ്പൊ ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു അന്വേഷണം വേണം. അതിന് CBI അന്വേഷിക്കണം എന്ന് ആ കുട്ടിയുടെ കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് കറക്റ്റ് ആയിട്ട് വേണ്ടത്. അതിലേക്കുള്ളൊരു നിയമം അല്ലെങ്കിൽ വേണം. ഇതിപ്പം പോലീസിനെ CBI മാറ്റി നിർത്തി പോലീസ് അന്വേഷിച്ചാൽ മതി എന്ന് പറഞ്ഞൊരു ഉത്തരവിനോട് ഞങ്ങൾക്ക് ആർക്കും യാതൊരു യോജിപ്പുമില്ല. വളരെ നന്ദി ഡോക്ടർ നദിയ എസ് ജലീൽ പ്രതികരിച്ചതിന്. അരുൺ രാജും കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. അരുൺ, CBI അന്വേഷണം എന്ന് പറയുന്ന ആവശ്യം തള്ളിയിരിക്കുകയാണ്. ഇപ്പോൾ ഡോക്ടർ നദിയെ പോലുള്ളവർ പറയുന്നത് പോലീസും ഇതിൽ പ്രതിയാണ് എന്നാണ്. എന്നാൽ അത്തരമൊരു ബോധ്യത്തിലേക്ക് കോടതിക്ക് എത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് വന്ദനാദാസിന്റെ കുടുംബത്തിന് മാത്രമുള്ളൊരു തിരിച്ചടിയാണോ ഇത്? വേണു, 2023 മെയ് 10 ഈ വന്ദനാദാസ് കൊലപ്പെടുന്ന ആ സമയം മുതൽ അത് ആ പിതാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം തന്റെ മകൾ കൊല ചെയ്യപ്പെട്ടതിന്റെ 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, തന്റെ മകൾക്ക് സുരക്ഷ ഒരുക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ കൃത്യമായി സുരക്ഷ ഒരുക്കിയിരുന്നില്ല എന്നുള്ളതായിരുന്നു ഈ അച്ഛന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ അല്ലെങ്കിൽ വാദങ്ങളിലൊന്ന്. മറ്റൊന്ന്, ഈ മകളെ കൊട്ടാരക്കര ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ പോലും നൽകാതെ സമീപത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് ഈ തിരുവനന്തപുരത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പോലും സമയം ഒരുപാടെടുത്തു. ഇതാണ് തന്റെ മകളുടെ മരണത്തിലേക്ക് ലീഡ് ചെയ്തത് എന്നുള്ളതായിരുന്നു. ഈ 2 കാര്യങ്ങളിലും ചില ദുരൂഹതകൾ നിൽക്കുന്നു എന്നുള്ളതാണ്. അത് നേരത്തെ വന്ദനയുടെ സുഹൃത്ത് പറഞ്ഞതുപോലെ ഒരു സിസ്റ്റം ഫെയിലിയറിനപ്പുറം മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്ന് കൂടി പരിശോധിക്കണം എന്നതായിരുന്നു ഈ മാതാപിതാക്കളുടെ ആവശ്യം. അങ്ങനെയാണ് ഇവർ ഹൈക്കോടതിക്ക് മുമ്പാകെ എത്തുന്നത്. ഹൈക്കോടതി ഈ കേസ് നിരവധി തവണ പരിഗണിക്കുമ്പോഴും ഈ കുടുംബം മുന്നോട്ട് വെച്ച വാദങ്ങൾ പ്രധാനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതായിരുന്നു. കാരണം തന്റെ മകൾ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയാണ്. ആ മെഡിക്കൽ വിദ്യാർത്ഥിയായ മകൾക്ക് ആശുപത്രിയിൽ വെച്ച് പോലും ഒരു പ്രാഥമിക ചികിത്സ നൽകാതെ പോകുന്നു. എന്തുകൊണ്ടാണ് അത്തരം ഒരു ചികിത്സ ലഭിക്കാതെ പോയത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തണം. പിതാവായ തനിക്ക് പോലും വ്യക്തതയില്ല ഇക്കാര്യത്തിൽ. മറ്റൊന്ന്, അന്ന് ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർമാരുടെ അടക്കം മൊഴികളിലടക്കം വൈരുദ്ധ്യമുണ്ട് എന്നതായിരുന്നു ഈ പിതാവ് തന്നെ പറഞ്ഞത്. കാരണം ഈ വന്ദനയുടെ സുഹൃത്തുക്കളടക്കം പിതാവിനോട് പങ്കുവെച്ച ചില വിവരങ്ങൾ, ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർ ഹൈക്കോടതിക്ക് മുമ്പാകെ എത്തുന്നതും. ഇതിൽ പിതാവിന്റെ ഒരു സംശയം സ്വാഭാവികമായും കോടതിക്ക് മുമ്പാകെ എത്തിയത് ന്യായമാണ്. കാരണം എന്തുകൊണ്ടാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വന്ദനയ്ക്ക് പ്രാഥമിക ചികിത്സ നൽകാതെ പോയത്?
ഉണ്ടായത്. തുടർന്ന് തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയായ വിജയ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ പോലും വേണ്ടത്ര രീതിയിലുള്ള പ്രാഥമികമായ ഒരു ചികിത്സ വന്ദനയ്ക്ക് ലഭിച്ചില്ല. തുടർന്ന് എന്തുകൊണ്ടാണ് തിരുവനന്തപുരം കിംസ് ആശുപത്രി എന്നൊരു ഓപ്ഷനിലേക്ക് രക്ഷിതാക്കൾ പോയത് എന്നുള്ളത്, ഈ സുഹൃത്തുക്കൾ പോയത് എന്നതായിരുന്നു പ്രധാനമായും മാതാപിതാക്കൾ ചോദിച്ചത്. കാരണം ഇതിനുള്ളിൽ സർക്കാരിന്റെ തന്നെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ഉണ്ട്, മറ്റ് സ്വകാര്യ ആശുപത്രികളുണ്ട്. അവിടെ ഒന്നും ചികിത്സ നൽകാതെ എന്തിന് തിരുവനന്തപുരം കിംസ് എന്ന ഓപ്ഷൻ? ആരാണ് ഈ ഡിസിഷൻ എടുത്തത്? വഴിയിൽ തന്റെ മകളുമായി പോയ ആംബുലൻസ് ഏതാനും മിനിറ്റുകൾ ഈ വഴിയിൽ കാത്തു കിടക്കേണ്ട അവസ്ഥ പോലും ഉണ്ടായി. അത്തരം സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത്? ഇത്ര ക്രിട്ടിക്കൽ ആണെങ്കിൽ പ്രാഥമിക ചികിത്സയോ അല്ലെങ്കിൽ മറ്റ് അനുബന്ധ ചികിത്സയോ നൽകുകയല്ലേ വേണ്ടത്? മറ്റൊന്ന്, നേരത്തെ ശ്രീകാന്ത് അടക്കം സൂചിപ്പിച്ചതുപോലെ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഒരു സുരക്ഷ ഒരുക്കുന്നതിൽ വീഴ്ച ഉണ്ടായി. അക്രമം ഉണ്ടായ സമയത്ത് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഓടി രക്ഷപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആദ്യം രക്ഷയ്ക്ക് എത്തിയത് സഹപാഠിയായ മറ്റൊരു വിദ്യാർത്ഥിയാണ്. ഈ സാഹചര്യങ്ങളെല്ലാം വലിയ സംശയങ്ങൾക്ക് ഇടം നൽകുന്നു എന്നതായിരുന്നു പിതാവിന്റെ വാദം. പക്ഷേ ഈ പിതാവിന്റെ വാദം കോടതി പൂർണ്ണമായും മുഖവിലേക്ക് എടുക്കുന്നില്ല. വാദങ്ങളെ കാണുന്നെങ്കിൽ പോലും ആ വാദങ്ങൾ പോലീസ് പറയുന്ന ഒരു ചില തീരുമാനങ്ങൾ അല്ലെങ്കിൽ പോലീസ് മേധാവി തന്നെ കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ച ചില വിവരങ്ങൾ പോലീസിന് ആ സമയത്ത് ഒരു സ്പോണ്ടേനിയസ് ആയി ഉണ്ടായ ആക്ഷനാണ്. അപ്പോഴുണ്ടായ പരിഭ്രാന്തിയായിരുന്നു. പിന്നീട് പോലീസ് ആക്ട് ചെയ്തു. നിരവധിയായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കുണ്ട്. വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വൈകിയാണെങ്കിൽ പോലും നടപടിയെടുത്തു എന്നുള്ളതാണ്. പക്ഷേ കോടതി CBI അന്വേഷണത്തിലേക്ക് പോകാത്തത് അത്രത്തോളം സീരിയസ് അല്ല ഈ വിഷയം. ഡോക്ടർ നദിയ പറഞ്ഞത് ഒരു സസ്പെൻഷൻ പോലും ഈ പറയുന്ന അനാസ്ഥ വരുത്തിയ പോലീസുകാർക്കെതിരെ ഉണ്ടായില്ല എന്നാണ്. വേണു, അത് അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. കാരണം ഈ വീഴ്ച വരുത്തിയ 2 ഉദ്യോഗസ്ഥർക്കെതിരെ പിന്നീട് ഈ അച്ചടക്ക നടപടിയുടെ ഭാഗമായി സസ്പെൻഡ് ചെയ്തിരുന്നു. അത് ഈ മാസങ്ങൾ പിന്നിട്ട ശേഷമാണ്, 6 മാസത്തിന് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. ഈ സംഭവം നടന്ന 6 മാസത്തിന് ശേഷമാണ് ഇവരെ സസ്പെൻഡ് ചെയ്യുന്നത്. DIG R നിശാന്തിനെയാണ് 2 ഉദ്യോഗസ്ഥരെ, അന്ന് ഈ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ഉണ്ടായിരുന്ന 2 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ അതൊരു വൈകി. ഈ പിതാവ് ഹൈക്കോടതിക്ക് മുമ്പാകെ പോയതിന് പിന്നാലെയായിരുന്നു ഈ നടപടി പോലും എടുത്തത്. ഇതൊക്കെയാണ് പിതാവിനെ സംശയത്തിന് നിഴലിലേക്ക് കൊണ്ടെത്തിച്ച് പിതാവ് സംശയം മുന്നോട്ട് വെക്കാനുണ്ടായ പ്രധാനപ്പെട്ട സാഹചര്യവും. എന്തായാലും പിതാവിന്റെ ആവശ്യം തള്ളുമ്പോൾ അത് സ്വാഭാവികമായി അത് ഈ രക്ഷാകർത്താക്കൾ മുന്നോട്ട് വെച്ചതിനപ്പുറം ഈ മെഡിക്കൽ വിദ്യാർത്ഥികളടക്കം മുന്നോട്ട് വെച്ച ചില സംശയങ്ങൾ, അവരുടെ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ കൂടിയാണ് നിലവിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനം തിരിച്ചടിയാകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരി, ഡോക്ടർ വന്ദന ദാസ് കേസിൽ CBI അന്വേഷണമില്ല, CBI അന്വേഷണം വേണം എന്ന പിതാവിൻ്റെ ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ ഇടപെടേണ്ട സാഹചര്യമില്ല എന്ന വിലയിരുത്തലോടെയാണ് പിതാവിൻ്റെ ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയത്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് S. ശ്രീകാന്തും R. അരുൺ രാജും നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം.